എല്ലാ വിശ്വാസി സമൂഹത്തിൻ്റെ പ്രതിനിധികളെ, വിശ്വാസികളെ, കൊച്ചു കുഞ്ഞുങ്ങളെ, അവൻ ഒരു ദിവസം മലയിലേക്ക് കയറിപ്പോയി. തൻ്റെ ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ഒരുപക്ഷെ വിശ്വാസ പരിശീലനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ ആരംഭിച്ചത് അങ്ങനെയായിരുന്നു. ഇന്നത്തെ പോലെ അധ്യാപകരില്ലായിരുന്നു, ഇന്നത്തെ പോലെ കുട്ടികളില്ലായിരുന്നു. പ്രായമായ പക്വത വന്ന് 12 പേരെ വിളിച്ചുകൂട്ടി മലയിൽ കയറി യേശു അവനോട് പ്രസംഗിക്കാൻ തുടങ്ങി. ഇന്ന് ഈ വിശ്വാസ പരിശീലനം പല വിധത്തിലുള്ള പരിണാമങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അന്തസത്ത യേശു എന്ന ഗുരുവിലാണ് നാം കാണുന്നത്. അവിടുന്ന് പഠിപ്പിച്ചത്, അവിടുത്തെ പഠനം സ്വീകരിച്ച് പിന്നീട് വിശ്വാസം സ്വീകരിച്ചവരായ വിവിധ സമൂഹങ്ങളിലുള്ള സഭകൾ എല്ലാം യേശുവിൻ്റെ വചനങ്ങളാണ് ഏറ്റുചൊല്ലുകയും ഏറ്റെടുക്കുകയും ചെയ്തത്. അതാണ് തലമുറകളായിട്ട് കൈമാറപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഈ കൈമാറ്റത്തിന് വലിയ ഒരു പ്രാധാന്യമുണ്ട് നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ. വെറുതെ ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ല നമ്മുടെ വിശ്വാസം. കുട്ടികൾ പഠിക്കുന്ന ആ വേദപാഠം യേശുവിൽ ആരംഭിച്ചതാണ്. കടപ്പുറത്ത് ഇതുപോലെ തന്നെയായിരുന്നു യേശു. വള്ളത്തിൽ കയറിയിരുന്നിട്ട് ശിഷ്യന്മാരെ കരയ്ക്ക് അടുപ്പിച്ച് നിർത്തിയിട്ട് പ്രസംഗിച്ചു. തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു. അവിടെയാണ് വചനം വിത്താണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവിടെ നിന്ന് അവതരിപ്പിച്ചത്. നമ്മുടെ വിശ്വാസ പരിശീലനം ഈ വചനമാകുന്ന വിത്തിൻ്റെ വിതയ്ക്കലാണ്. വാസ്തവത്തിൽ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് വീണുകൊള്ളട്ടെ, വിശാലമായിട്ട് വീശി വിതച്ചുകൊള്ളൂ. അതാണ് യേശു ക്രൈസ്തവ സമൂഹത്തിന് നൽകിയ സന്ദേശം. അതിൻ്റെ ചെറിയ ചെറിയ പതിപ്പുകളാണ് നമ്മുടെ കുട്ടികളിൽ വരെ എത്തിക്കുന്നത്. ഒരു അക്കഡമിക് കോഴ്സ് എന്നതിനേക്കാൾ കൂടുതൽ വചനോത്സവമാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിവിടെ ഫെസ്റ്റ് ആഘോഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു വചനോത്സവമാണ്. വചനോത്സവം ഇപ്പോൾ വേറെ ചില ആളുകളൊക്കെ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. നമുക്കത് പറയാൻ അവകാശമില്ലാത്തതുപോലെ. പക്ഷേ ആദ്യത്തെ പ്രഥമവും പ്രധാനവുമായ വചനോത്സവം ആഘോഷിക്കുന്നത് ആദിമസഭയിലായിരുന്നു. ആ വചനത്തിൻ്റെ വ്യാപ്തിയിൽ സന്തോഷിച്ചവരായ അനേകം ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ലോകമാസകലം അത് വ്യാപിച്ചു എന്നുള്ളതാണ്. ഇപ്പം വിശ്വാസ പരിശീലനം യേശു ആരംഭിച്ചുവെങ്കിലും പിന്നീട് അത് വീശി വിതയ്ക്കപ്പെട്ട വിത്തായിട്ട് ലോകത്തിന് മുഴുവൻ വ്യാപിച്ചു. അതിലൊരു തരി മണി ഇവിടെയും വീണു. നമ്മുടെ കാലഘട്ടത്തിൽ ഈ തരിമണിയെ നനച്ച് മുളപ്പിച്ച് വളർത്തി ആ തരി ഗോതമ്പ് മണി നമ്മുടെ കുട്ടികളെ എല്ലാം പ്രതിനിധാനം ചെയ്യുന്ന കാര്യമാണ്. ആ തരി നമ്മൾ നനച്ച് മുളപ്പിച്ച് വളർത്തി വലിയ ഒരു വടവൃക്ഷമാക്കി തീർക്കുന്നു. അത് വിശ്വാസത്തിൻ്റെ വ്യാപ്തി എന്തുമാത്രമുണ്ടോ അനന്തമായ വ്യാപ്തിയുള്ള ഒരു വിശ്വാസം, അനന്തമായ സാധ്യതകളുള്ള വിശ്വാസം, ആ വിശ്വാസമാണ് നമ്മൾ പ്രഖ്യാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ആഘോഷങ്ങൾ വചനോത്സവങ്ങളാണെന്ന് ഞാൻ പറയും. വചനോത്സവം ആഘോഷിക്കേണ്ടത് തന്നെയാണ്. വചനം ആഘോഷിക്കേണ്ടത് തന്നെയാണ്. വചനം വായിക്കുക മാത്രമല്ല, അത് ആഘോഷമാക്കണം. അതിൻ്റെ മേഖലകൾ കണ്ടെത്താനും അതിന് നമ്മുടെ കുഞ്ഞുങ്ങളെ സഹായിക്കാനുമായിട്ട് ആണ് വേദപാഠത്തിൻ്റെ സാരഥ്യം വഹിക്കുന്ന എല്ലാവരും നിങ്ങളുടെ പിന്നിലുള്ളത്. ഞാൻ ഈ പ്രസ്ഥാനത്തിന് നമ്മുടേതായിട്ടുള്ള ഒരു കടമ, വിശ്വാസികളായ ഓരോരുത്തർക്കും ഇതൊരു കടമയായിട്ട് ഏറ്റെടുത്ത് നടത്താനുള്ള കടമയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഇതുവരെ കേട്ട റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് പ്രകാശച്ചനെ,
മറ്റു വൈദികരെ ഇവിടെയുള്ള എല്ലാവരെയും അനുമോദിക്കുന്നു. അവരുടെ തീവ്രമായ പരിശ്രമം ഇതിൻ്റെ പിറകിലുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെയാണെങ്കിൽ, മാതാപിതാക്കൾ തന്നെയാണെങ്കിൽ, കുട്ടികൾ തന്നെയാണെങ്കിൽ ഒന്നും ഒരിടത്തും എത്തുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ സപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊരു ദൈവത്തിൻ്റെ കാരുണ്യമാണെന്ന് ഞാൻ പറയും. യോഗ്യരായ വൈദികരെ നമ്മുടെ ഈ ബേസ്മെൻറ്റിലുള്ള ആരാധനയാണെങ്കിലും യോഗ്യരായ വൈദികരെ നമുക്ക് കിട്ടി. ക്വാളിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കുട്ടികളെ വിശ്വസിച്ചേൽപ്പിക്കാവുന്ന ഒരു സമൂഹവും അധ്യാപക സമൂഹമുണ്ട്, ആരാധനാ സമൂഹമുണ്ട്, വൈദികരുടെ സമൂഹമുണ്ട്. പിന്നെ എന്താണ് നമുക്ക് മറ്റ് ഇടവകകളിൽ, നാട്ടിലെ ഇടവകകളിൽ ഇല്ലാത്ത പല കാര്യങ്ങളും നമുക്കുണ്ട് എന്നുള്ളതാണ് സത്യം. ഘടനാപരമായിട്ട് നമ്മൾ അമ്പയ പരാജയം എന്ന് വേണമെങ്കിൽ പറയാം, പള്ളി പോലുമില്ല. പക്ഷേ ആത്മാവിൽ വചനം നിറഞ്ഞ വ്യക്തികളുള്ളപ്പോൾ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ നമ്മുടെ സമ്പത്ത്. അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ആരാധനയും അതുപോലെ തന്നെ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങളും വിശ്വാസത്തിൻ്റെ വിഷയങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്താൽ നമ്മുടെ കുട്ടികൾക്ക് ധാരാളമാകും. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇതിൽ പുറകോട്ടാണ് എന്നാരും പറയാൻ പാടില്ല. കാരണം നാട്ടിലെ പല ഇടവകളേക്കാൾ കൂടുതൽ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റേതായ സമയമുണ്ടാവും. അപ്പോൾ നമ്മുടേതായ പരിമിതികളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ അനുമോദിക്കുന്നു. ഭാവിയിൽ അടുത്ത വർഷം ഇതിലും വലിയ ഒരു പരിപാടിക്ക്, ഇതിൻ്റെ അവസാനം പരിസമാപ്തിയായിട്ട് ഈ സ്കൂൾ വർഷത്തിൻ്റെ അവസാനമായി ആഘോഷിക്കുവാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അടുത്തതായി ആശംസാ പ്രസംഗം നൽകുന്നതിന് നമ്മുടെ ഇടവകയുടെ വികാരി റവറൻഡ് ഫാദർ പീറ്റർ മാത്യു അച്ഛനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരി ജനറൽ ഫാദർ ഫ്രാൻസിസ് മാത്യു, ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ, പ്രകാശ് അച്ഛൻ, ഫാദർ ജോണി ലോനീസ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഹെഡ് മാസ്റ്റർ ജോബി തോമസ്, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് സീറോ മലബാർ ഫെയ്ത്ത് ഫോർമേഷൻ അബാസ്യ സെൻറ്ററിൻ്റെ വാർഷികത്തിൽ ഞാൻ പങ്കുകൊള്ളുന്നത്. ഇവിടെ വായിച്ച റിപ്പോർട്ടും അതുപോലെ തന്നെ പ്രകാശ് അച്ഛൻ്റെയും അതുപോലെ ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ്റെയും സന്ദേശങ്ങളും എല്ലാം തന്നെ നമ്മളുടെ ഫെയ്ത്ത് ഫോർമേഷൻ എത്രമാത്രം നമ്മുടെ കുടുംബങ്ങളെയും കുട്ടികൾക്കും ഫലപ്രദമായി തീർന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. 2014 ഇത് ആരംഭിച്ചതെന്ന് അറിയുവാൻ സാധിച്ചു. ഈ ഒരു 2 വർഷക്കാലം കൊണ്ട് വളരെയധികം വളർന്നു. വിശ്വാസത്തിൽ കുട്ടികളെ കൂടുതലായിട്ട് ആഴത്തിലേക്ക് വളർത്തുവാനായിട്ട് സാധിച്ചു. ഇന്നാണ് ആദ്യമായിട്ട് 2016 ആദ്യമായിട്ട് സീറോ മലബാർ ഫെയ്ത്ത് ഫോർമേഷൻ സെൻറ്ററിന് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ കുട്ടികൾ വളരെയധികം അനുഗ്രഹീതരാണ്. കാരണം അതിനു പറ്റിയ മാതാപിതാക്കൾ, അതിനു പറ്റിയ അധ്യാപകന്മാർ, അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ വോളണ്ടിയേഴ്സിൻ്റെ ടീമുണ്ട്. ഇവരെല്ലാം ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുന്നു. തീർച്ചയായിട്ടും പ്രകാശച്ചൻ പറഞ്ഞ സന്ദേശം ഇത് ഒരു ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന നമ്മുടെ മാതൃകാപരമായിട്ടുള്ള ജീവിതം, മാതൃകാപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, ഇതെല്ലാമാണ് വിശ്വാസത്തിൽ നമ്മെ ആഴത്തിലേക്ക് വളർത്തുക. തീർച്ചയായിട്ടും മാതാപിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും സാക്ഷികൾ തന്നെയാണ് അവരുടെ ജീവിതത്തിലൂടെ. ആ സാക്ഷ്യം തുടരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുട്ടികൾക്കും വളരെയധികം അനുഗ്രഹങ്ങൾ ഞാൻ നേരുന്നു. നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. കാരണം നിങ്ങളുടെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവ് ചെയ്യുന്ന അധ്യാപകന്മാർ, ഇവരെല്ലാം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തിൽ കൂടുതലായിട്ട് ആഴത്തിൽ വളരുവാനും അങ്ങനെ യേശുവിൻ്റെ സാക്ഷികളായി തീരുവാനും നമുക്ക് അവിടുന്ന് കൃപ നൽകട്ടെ. എല്ലാവർക്കും എൻ്റെ ആശംസകളും നന്ദികളും ഒരിക്കൽ കൂടി ഞാൻ അർപ്പിക്കുന്നു. ആശംസാ പ്രസംഗം നൽകുന്നതിന് നമ്മുടെ വികാരിയറ്റിലെ സീറോ മലബാർ ഫെയ്ത്ത് ഫോർമേഷൻ്റെ ഡയറക്ടറും സാൽമിയ പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയുമായ ഫാദർ ജോൺസൺ നെടുമ്പുറത്ത് അച്ഛനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയറ്റിലെ വികാരി ജനറൽ മാത്യൂസ് അച്ഛ, ഈ ഇടവകയിലെ വികാരി ബഹുമാനപ്പെട്ട പീറ്റർ അച്ഛ, ഫെയ്ത്ത് സെൻറ്ററിൻ്റെ ഇൻചാർജ് പ്രകാശ്, ജോണി അച്ഛ, ജോബി, ഹെഡ് മാസ്റ്റർ സീറോ മലബാർ സഭ കാറ്റഗിസം ക്ലാസിൻ്റെ,
അതുപോലെ തന്നെ മറ്റുള്ള ഭാരവാഹികൾ, വേദിയിൽ ഉപദിഷ്ടായിരിക്കുന്ന മറ്റ് ഭാരവാഹികളെ, അധ്യാപകരെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇത്രയും വലിയൊരു വിശ്വാസി സമൂഹത്തെ കാണുവാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. നല്ലൊരു റിപ്പോർട്ട് കേൾക്കുവാൻ സാധിച്ചു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേദപാഠ ക്ലാസ്സിന് കുട്ടികളുള്ള ഒരു ഇടവകയെന്ന് നമുക്ക് അഭിനന്ദിക്കാവുന്നതാണ് ഡാനിയൽ കൊമ്പോണി പാരിഷ്. അതിന് നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദികളാണ്. ഇത്രയും വലിയൊരു വിശ്വാസ സമൂഹത്തെ, പ്രത്യേകിച്ച് കുട്ടികളെ ഒരുക്കിയെടുക്കുന്നതിൽ ഈ ഇടവകയിലെ എല്ലാ അംഗങ്ങളും വളരെയധികം അധ്വാനിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ജനാവലി ഇന്ന് ഇവിടെ ഈ വിശ്വാസ വാർഷികോത്സവത്തിൽ കാണുകയില്ലായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ, ആശംസകൾ, അനുഗ്രഹങ്ങൾ. വിശ്വാസം വെറും ക്ലാസ്സുകളിൽ പഠിക്കേണ്ട ഒന്നല്ല എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സുവർണ്ണ അവസരമാണ് ഇന്ന് നമ്മൾ വാർഷികമായിട്ട് ഇവിടെ കൊണ്ടാടുന്നത്. ഒന്ന് ഓർത്ത് നോക്കുക, 4 കെട്ടുള്ള സ്കൂൾ ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിക്കേണ്ടതാണ് എങ്കിൽ ആ വിശ്വാസം യാദൃശ്യമാവോ? ഇല്ല. എങ്കിൽ അത് അവസാനം ഒരു വാർഷികോത്സവത്തോടുകൂടി, വാർഷികമായ ചടങ്ങോടുകൂടി ഇരിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു ആകാംക്ഷയുണ്ട്. അടുത്ത് വരുന്ന ഞങ്ങൾക്ക് വാർഷികമുണ്ട്, അതിൽ പങ്കെടുക്കണം. ഇന്ന് പല കുട്ടികളും ഇതിൻ്റെ മുമ്പിൽ, സ്റ്റേജിന് മുമ്പിൽ ഇല്ലെങ്കിൽ പുറകിൽ അണിയരെങ്കിൽ തയ്യാറായി എടുപ്പുണ്ട്. പലതരത്തിലുള്ള കളറുള്ള ഡ്രസ്സും മറ്റ് ആഡംബരങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് അവർ ഈ വേദിയിലേക്ക് വരുന്നുണ്ടാകും. എന്തുകൊണ്ടാണ്? ആ വിശ്വാസം എന്താണെന്ന് അവർക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം. ക്ലാസ്സിൽ പഠിച്ചു മാത്രമല്ല, മറിച്ച് മറ്റ് കാര്യങ്ങൾ ഗ്രഹിച്ചത് മുഴുവനും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ട്. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസം. വിശ്വാസം വെറും വാക്കിൽ ഒതുങ്ങേണ്ട ഒന്നല്ല, അത് പ്രവൃത്തിയിലുമാക്കണം. കുട്ടികൾ, മാതാപിതാക്കൾ ഒന്ന് ഓർക്കുക, അധ്യാപകർ ഓർക്കുക, കുട്ടികൾ എന്ത് പഠിക്കുന്നു, ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നത് അവർ ചിലപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയല്ല, ഓർത്തിരിക്കുന്നതായിരിക്കുകയല്ല. പക്ഷേ വാർഷികോത്സവത്തിൽ അവർ പങ്കെടുക്കുന്ന ഓരോ പരിപാടിയിലും അവർ കൃത്യമായിട്ട് എന്തോ പറയുന്നോ, ഏത് പരിപാടിയിൽ പങ്കെടുക്കുന്നോ, ഏത് ഭാഗത്തിൽ അവർ ആക്ട് ചെയ്യുന്നോ, അത് കൃത്യമായിട്ട് അവർ ഓർത്തിരിക്കും. ജീവിതകാലം മുഴുവനും അത് ഓർത്തിരിക്കും എന്നുള്ളതാണ്. അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ്. ഒരു കലോത്സവം മാത്രം നമ്മൾ നടത്തുമ്പോൾ കുട്ടികൾ ആ വിശ്വാസത്തിൽ രുചി ആർജിച്ച് അവർ വളർന്നു വരുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് നമുക്ക് സഫലമാക്കി തീർക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. കുട്ടികളെ വെറും പുസ്തകത്തിലൂടെ മാത്രമല്ല, കലാപരിപാടികളുടെ, പ്രത്യേകിച്ച് വിശ്വാസോത്സവത്തിലൂടെ പഠിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് പോകുവാൻ നമുക്ക് കഴിയട്ടെ. മാതാപിതാക്കൾ വീണ്ടും അവരുടെ കുട്ടികളെ മലയാളത്തിൽ വേദപാഠം പഠിപ്പിക്കുവാനും പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുക്കുവാനും സഹകരിക്കുക, പ്രാർത്ഥിക്കുക. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പിൻപിലല്ല എന്നുള്ളൊരു വസ്തുത നമ്മൾ അറിഞ്ഞു വേണം. പ്രവാസികളാണെങ്കിലും നമുക്കുമുണ്ട് കഴിവ്. നമുക്ക് മലയാളത്തിൽ പറയുവാൻ സാധിക്കും, മലയാളത്തിൽ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കും, മലയാളത്തിൽ വേദപാഠം പഠിക്കാൻ സാധിക്കും എന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കാവുന്ന ഒരവസരമാണ്. പ്രത്യേകിച്ച് വിശ്വാസോത്സവം, വിശ്വാസത്തിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഈ കലോത്സവം. ഇതിൽ പങ്കെടുക്കുന്നതും ഇതിൽ സഹകരിക്കുന്ന എല്ലാവർക്കും ആയിരം അഭിനന്ദനങ്ങൾ നേരുന്നു. ഇനിയും ഇതുപോലത്തെ പ്രോഗ്രാം നടത്തി നമ്മുടെ കുട്ടികളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആ വലിയൊരു ഉണർവ് നമ്മുടെ ഓരോരുത്തരിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ പരിപാടിയുടെ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. അഹമ്മദി ഇടവകയിലെ അസിസ്റ്റന്റ് വികാർ ജോൺസൺ അറാശ്ശേരിൽ അച്ഛൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അച്ഛനെ ഹാർദവമായി സ്വാഗതം ചെയ്യാം. അടുത്തതായിട്ട് ആശംസാ പ്രസംഗം നൽകുന്നതിനായിട്ട് അബ്ബാസിയ ഇടവകയിലെ അസിസ്റ്റന്റ് വികാർ സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള നമ്മുടെ അച്ഛൻ ഫാദർ ജോണി ലൂനിസ് മഴുവഞ്ചേരി അച്ഛനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ദൈവം നൽകിയ കഴിവുകൾ, താലന്തുകൾ ഉപയോഗിച്ച് അവരുടെ വിശ്വാസത്തെ കലാരൂപത്തിൽ ഇവിടെ പ്രഘോഷിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ദിവസം സാധ്യമാക്കിയത് ദൈവത്തിൻ്റെ കൃപയും മാതാപിതാക്കളുടെ സഹകരണവും നമ്മുടെ അധ്യാപകരുടെ നിസ്വാർത്ഥമായ സേവനവും കുഞ്ഞുമക്കളുടെയും അധ്യാപകരുടെയും കഠിനാധ്വാനവുമാണ്.
ഇത് തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം നമ്മുടെ കുഞ്ഞുമക്കൾ നടത്താൻ പോകുന്ന ഈ കലാരൂപങ്ങൾ നന്നായി ചെയ്യുവാൻ അവർക്ക് ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ എല്ലാ പാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ സംഹരിക്കുന്നു. അടുത്തതായിട്ട് അഹമ്മദി ഇടവകയിലെ അസിസ്റ്റന്റ് വികാറും സീറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറുമായ റവറൻ ഫാദർ ജോൺസൺ ആരാശ്ശേരിൽ അച്ഛൻ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയ മതാധ്യാപകരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിശ്വാസ പരിശീലനത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിൽ എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും നേരുകയാണ്. ഒരു ചെടി നടുന്ന ചെടിത്തോട്ടമാണെങ്കിൽ അതിനകത്ത് വ്യത്യസ്തമായ ചെടികൾ വളർന്ന് അത് പൂത്തു കഴിയുമ്പോൾ പല കളറിലും പല ഷേപ്പിലുമുള്ള പൂക്കളുകൾ ഒരുമിച്ച് വളരുമ്പോൾ അത് വളരെ മനോഹരമായിട്ട് നിൽക്കുന്നു. ഓരോ പൂവിനും ഓരോ പൂവിൻ്റേതായ മനോഹാരിതയുണ്ട്, അതിൻ്റെ ഭംഗിയുണ്ട്, അതിൻ്റെ ആസ്വാദനമുണ്ട്. എന്നാൽ എല്ലാം കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ആസ്വാദനം, മനോഹാരിത എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നതും വ്യത്യസ്തമായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിൽ പോലും വ്യത്യസ്തമായ രീതിയിലൂടെ ദൈവം നമ്മളെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് നിൽക്കുമ്പോൾ അത് ഏറ്റവും മനോഹാരിതയുള്ളതായിട്ട് മാറുകയാണ് ചെയ്യുക. വിശ്വാസ പരിശീലനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അതുതന്നെയാണ്. കാരണം ദൈവം ഓരോ വ്യക്തികളെയും ഓരോ രൂപകൽപ്പന ചെയ്തുകൊണ്ട് വിടുമ്പോൾ, അല്ലെങ്കിൽ ഓരോ വിശ്വാസ രീതിയിലൂടെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അതിന് തിരിച്ചറിഞ്ഞുകൊണ്ട് വളർത്തി വലുതാക്കുക എന്നുള്ളത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഓരോരുത്തരുടെയും കടമയാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം കൂടിയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വിശ്വാസത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്ന്. അതുകൊണ്ട് തന്നെയാണ് സീറോ മലബാർ വിശ്വാസ സമൂഹം അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതും കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൻ്റെ തനിമയിൽ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതും. ഈ അവസരത്തിൽ പ്രത്യേകിച്ച് അത് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട പ്രകാശത്തിനും, അതുപോലെ ജോണിയച്ചനും, ഇതിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ട് നിൽക്കുന്ന ജോബിക്കും, അതുപോലെ മറ്റെല്ലാ അധ്യാപകർക്കും, അതിനേക്കാൾ ഉപരി ഇതിനു വേണ്ടിയിട്ട് ത്യാഗപൂർവ്വം പ്രവർത്തിക്കുന്ന സഹകരിക്കുന്ന മാതാപിതാക്കൾ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാ നന്മകളും ആശംസകളും നേരുകയാണ്. ഈ അവസരത്തിൽ ഈ വാർഷികം ആഘോഷിക്കുമ്പോൾ അത് കഴിവുകളെ ദൈവത്തിൻ്റെ മഹത്വത്തിനുമായിട്ട് കൊടുക്കുവാനായിട്ടുള്ള അവസരമാക്കി മാറ്റുവാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് വേദിയിൽ വ്യത്യസ്തമായ രൂപങ്ങളോടുകൂടെ പ്രത്യക്ഷപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അതിനെ ഒരുക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും ദൈവാനുഗ്രഹം നേരുന്നു. ദൈവം നമ്മയും നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നല്ല ഒരു സന്ധ്യ നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുകയും ചെയ്യുന്നു. ഇനിയൊരു ഗൃഹാതുരത്വം നടത്തുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്. 9ാം ക്ലാസ് ബിയിലെ കുട്ടികൾ തയ്യാറാക്കിയ ഒരു കയ്യെഴുത്ത് മാസികയുടെ അതിൻ്റെ പേര് കരിഗ്മ, അതിൻ്റെ പ്രകാശനമാണ്. അത് പ്രകാശന ചടങ്ങ് നടത്തുന്നതിന് വേണ്ടിയിട്ട് 9ബിയിലെ ക്ലാസ് ടീച്ചർ ശ്രീ രാജേഷ് ജോർജിനെയും അത് തയ്യാറാക്കിയ സെബിൻ, നമിത എന്നീ കുട്ടികളെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇത് ഈ മാഗസിൻ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഡയറക്ടർ പ്രകാശച്ചനെ ക്ഷണിച്ചുകൊള്ളുന്നു. ക്ലാസ് ടീച്ചർ രാജേഷും കുട്ടികളും ചേർന്നാണ് ഈ മാഗസിൻ, കയ്യെഴുത്ത് മാഗസിൻ ഡയറക്ടർ അച്ഛന് നൽകുന്നത്. ഈ ക്ലാസ്സിൽ തന്നെ വിദ്യാർത്ഥിയായിരുന്ന ചെറിൻ ബിജോയിയാണ് ഇതിൻ്റെ മാഗസിൻ സ്റ്റുഡൻറ് എഡിറ്റർ ആയിരുന്നത്. കുടുംബസമേതം നാട്ടിൽ പോയത് കൊണ്ടാണ് ഈ 2 പേരാണ്, നമിതയും സെബിനുമാണ് ബാക്കി ജോലികൾ പൂർത്തിയാക്കിയത്. അടുത്തതായി 12ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങാണ്. അവർക്ക് മൊമെൻറ്റോ നൽകി ആദരിക്കും. ആ കുട്ടികൾ നാട്ടിൽ പോയവരുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾ എത്രയും വേഗം സ്റ്റേജിനടുത്തേക്ക് വരേണ്ടതാണ്. 12ാം ക്ലാസ്സിൽ ഫസ്റ്റ് പ്രൈസ് നേടിയത് അമല്ല റോസ് ബോബൻ,
2 ഫസ്റ്റ് പ്രൈസ് ഉണ്ട്. രണ്ടാമത് ജാനറ്റ് ജോസഫ്, സെക്കൻഡ് പ്രൈസ് സ്നേഹ വിൽസൺ ചെറിയത്ത്, തേർഡ് പ്രൈസ് റിച്ച സാറ സിബി. ഫസ്റ്റ് പ്രൈസ് സ്വീകരിക്കുന്നതായിട്ട് അമല റോസ് ബോബൻ എത്രയും വേഗം സ്റ്റേജിൽ വരിക. ഈ സമ്മാനം നൽകുന്നതിനായിട്ട് ഫാദർ പ്രകാശ് ക്ഷണിച്ചുകൊള്ളുന്നു. സെക്കൻഡ് പ്രൈസ് സ്വീകരിക്കുന്നതായിട്ട് രണ്ടാമത്തെ ഫസ്റ്റ് പ്രൈസ് സ്വീകരിക്കുന്നതായിട്ട് ജാനറ്റ് ജോസഫിൻ്റെ പിതാവ് ജോസഫ്. ഇത് നൽകുന്നതിനായിട്ട് ജോൺസൺ നെടുമ്പുറത്തച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. സെക്കൻഡ് പ്രൈസ് സ്വീകരിക്കുന്നതായിട്ട് സ്നേഹ വിൽസൺ ചെറിയത്തിൻ്റെ പിതാവ് ശ്രീ വിൽസൺ ചെറിയത്ത്. ഇത് നൽകുന്നതിനായിട്ട് ജോൺസൺ അറാശ്ശേരി അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. തേർഡ് പ്രൈസ് ലഭിച്ച റിച്ച സാറ സിബിയുടെ പിതാവ് സിബിയെ ക്ഷണിക്കുന്നു. ഈ സമ്മാനം നൽകുന്നതിനായിട്ട് റിച്ച ഉണ്ട്. റിച്ച സ്റ്റേജിലേക്ക് വരിക. ഇത് നൽകുന്നതിനായിട്ട് നമ്മുടെ അസിസ്റ്റന്റ് വികാർ ജോണി അച്ഛനെ ക്ഷണിച്ചോളൂ. അടുത്തതായിട്ട് നന്ദി പ്രകാശനമാണ്. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, ഹെഡ് മാസ്റ്റർ, പേരൻ്റ് പ്രതിനിധി ശ്രീ സിബി, കുട്ടികളുടെ പ്രതിനിധി കിങ്ഷ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അധ്യാപകരെ, വോളണ്ടിയേഴ്സ്, പ്രിയ കുട്ടികളെ, ലോകത്തിലെ ഏറ്റവും വലിയ സീറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ വാർഷിക ആഘോഷം നടക്കുന്ന ഈ വേളയിൽ ഈ പരിപാടി മികച്ച രീതിയിൽ നടത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ച എല്ലാ വ്യക്തികൾക്കും, ഇന്ന് ഇവിടെ വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉദ്ഘാടന പരിപാടിയിൽ ഭാഗമാക്കുകയും നമുക്ക് വേണ്ടി ആശംസകൾ നൽകുകയും ചെയ്ത എല്ലാ വൈദികർക്കും നന്ദി അർപ്പിക്കേണ്ടത് തികച്ചും ഉചിതമാണല്ലോ. സമയത്തിൻ്റെ ദൗർലഭ്യത്തിലും ഇന്നിവിടെ വരാൻ ശ്രമിക്കുമെന്ന് നമ്മെ അറിയിച്ചിട്ടുള്ള നമ്മുടെ വികാരിയറ്റിൻ്റെ അപ്പോസ്തലിക് വികാർ അഭിനന്ദ ബിഷപ്പ് കമിലോ ബല്യൻ തിരുമാനിക്ക് സീറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ആദ്യമേ തന്നെ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ വികാരിയറ്റിൻ്റെ വികാർ ജനറൽ റവർ ഫാദർ മാത്യൂസ് കുന്നൽപുരിയുടെ അച്ഛൻ ഇന്നിവിടെ വന്ന് നമുക്ക് വേണ്ടി കുർബാന അർപ്പിക്കും, ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കും, നല്ലൊരു സന്ദേശം നൽകുകയും ചെയ്തു. അച്ഛൻ്റെ സീറോ മലബാർ വിശ്വാസ പരിശീലനത്തിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അർപ്പിക്കുന്നു. ഇന്നിവിടെ കടന്നു വന്ന് നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും നമുക്ക് വേണ്ടി ആശംസകൾ അർപ്പിക്കുകയും ചെയ്ത നമ്മുടെ ഇടവ വികാരി റവർ ഫാദർ മാത്യു അച്ഛൻ, പീറ്റർ അച്ഛൻ, അഹമ്മദിയിലെ ജോൺസൺ അച്ഛൻ, വികാരിയറ്റിലെ സീറോ മലബാർ സമൂഹത്തിൻ്റെ സീറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ജോൺസൺ അച്ഛൻ എന്നിവർക്കും സീറോ മലബാർ വിശ്വാസ പരിശീലനത്തിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അർപ്പിക്കുന്നു. ഇനിയും ഇവിടെ വരാമെന്ന് ഏറ്റിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർ റവറൻഡ് ഫാദർ ഫ്രാങ്കോ, ഫാദർ ആൽബർട്ട്, ഫാദർ നോയൽ, ഫാദർ ബിനോയ് എന്നിവരെയും ഈ വിശ്വാസ പരിശീലനത്തിൻ്റെ പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും നന്ദി അർപ്പിക്കട്ടെ. നമ്മുടെ കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഫാദർ പ്രകാശ് കാഞ്ഞിരത്തിങ്കൽ എപ്പോഴും നമ്മെ നയിച്ചുകൊണ്ട് നമ്മോടൊപ്പമുണ്ട്. അച്ഛനെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അർപ്പിക്കുന്നു. ഫാദർ ജോണി ലോനിസ് മടുവഞ്ചേരിൽ സീറോ മലബാർ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈദികനാണ്. അച്ഛനെയും നിങ്ങളുടെ ഏവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ഹെഡ് മാസ്റ്റർ ശ്രീ ജോബി തോമസ് മറ്റത്തിൽ, അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്റർ തോമസ് വർഗീസ്, നമ്മുടെ IT അഡ്മിനിസ്ട്രേറ്റർ മിസ്റ്റർ മാർട്ടിൻ രാംപുഴ, ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ജനറൽ കോർഡിനേറ്റർ നടത്തുന്ന ശ്രീ ഷാജി നഗരൂർ, പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ്, സബ് കമ്മിറ്റി അംഗങ്ങൾ, ഇന്നത്തെ കലാസന്ധ്യ ഒരുക്കുന്നതിന് മാസങ്ങളായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ എന്നിവർക്കെല്ലാം സീറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അർപ്പിക്കുന്നു. ഇന്നും ഇന്നലെയുമായി ഇവിടെ വന്ന് വേണ്ടതായ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാ അധ്യാപകർക്കും വോളണ്ടിയേഴ്സിനും നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ കുട്ടികൾ മാസങ്ങളായി പ്രധാനമായും പരിശീലനം നടത്തി വന്നിരുന്നത് സീറോ മലബാർ കൾച്ചറൽ അസോസിയേഷൻ്റെ അബ്ബാസി ഏരിയ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള സെൻറ്റ് അൽഫോൻസ ഹാളിലാണ്. SMC അബ്ബാസി ഏരിയ കമ്മിറ്റിക്ക് സീറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അർപ്പിക്കുന്നു. ഇന്ന് വിശുദ്ധ കുർബാനയിൽ സജീവമായി ഗാന ശുശ്രൂഷ നടത്തിയ എല്ലാ കുട്ടികൾക്കും അവരെയും 4ാം ക്ലാസ്സിലെ കുട്ടികളെയും പരിശീലിപ്പിക്കുകയും ഇന്നത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരിക്കുകയും ചെയ്ത ശ്രീ റംസയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ സ്റ്റേജ്, മേക്കപ്പ് എന്നിവ ചെയ്തു തന്ന ശ്രീ അജയ് ഘോഷിനെയും വീഡിയോ ഡിസ്പ്ലേ എന്നിവ ചെയ്യുന്ന ജയ്മോൻ, ഫോട്ടോ എടുക്കുന്ന ജോസ് എന്നിവർക്കും നന്ദി അർപ്പിക്കുന്നു. ഇനി നന്ദി അർപ്പിക്കേണ്ടത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. നമ്മുടെ ഇടവകയിലെ സീറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന്, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ വാർഷിക പരിപാടി സംഘടിപ്പിക്കുന്നതിന് എല്ലാ മാതാപിതാക്കളും കുട്ടികളും നൽകിയ സഹകരണത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ഈ പൊതുസമ്മേളനം ഇവിടെ തീരുകയാണ്.
സമയത്തിനകം നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന കലാസന്ധ്യ ആരംഭിക്കുകയാണ്. അടുത്തതായി അനൗൺസ്മെൻറ്റിൻ്റെ കോർഡിനേറ്റർ നമ്മുടെ അധ്യാപകനുമായ ശ്രീ സൈജു സാറിന് മൈക്ക് കൈമാറുന്നു. സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സീറോ മലബാർ വിശ്വാസികൾ ഈ അറേബ്യൻ മണ്ണിൽ ഒരേ മനസ്സോടെ, ഒരേ വിചാരങ്ങളോടെ, ഒരേ കൂട്ടായ്മയായി നടത്തിയ ദീർഘകാലത്തെ പ്രവർത്തനത്താൽ സ്ഥാപിതമായ കുവൈറ്റ് സീറോ മലബാർ വിശ്വാസ പരിശീലന സംവിധാനത്തിലൂടെ മാർത്തോമാ ശ്ലീഹായിൽ നിന്ന് ലഭിച്ച വിശ്വാസ പൈതൃകം കലർപ്പില്ലാതെ വരും തലമുറയ്ക്കായി പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഭാഗവും സീറോ മലബാർ സഭയിലെ ഏറ്റവും വലുതുമായ അബാസിയ സെന്റ് ഡാനിയൽ കമ്പോണി ദേവാലയത്തിലെ 2064 കുട്ടികൾ ഉൾപ്പെടുന്ന നമ്മുടെ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൽ ആദ്യമായി നടക്കുന്ന വാർഷിക സമ്മേളനത്തിന്റെ ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം കലാപരിപാടികളിലേക്ക് നാം കടക്കുകയാണ്. സ്ഥലകാല പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിശ്വാസ പരിശീലനത്തിലെ പാരമ്പര്യ കലകളും തനത് നൃത്ത ദൃശ്യ ആവിഷ്കാരങ്ങളും സമ്മേളിക്കുന്ന വരും മണിക്കൂറുകൾ ഏവർക്കും ആസ്വാദകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. പരിപാടികൾ, കുറവുകൾ നമ്മുടെ തന്നെ കുറ്റങ്ങളായി മാത്രം കരുതി മാതാപിതാക്കളായ നമുക്കവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. ഈ അവസരത്തിൽ മുതിർന്നവരായ നമ്മുടെ വിശ്വാസ പരിശീലന കാലഘട്ടത്തിൽ നമ്മെ കൈപിടിച്ച് നടത്തിയ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും കന്യാസ്ത്രീകളെയും എല്ലാ അധ്യാപകരെയും മനസ്സിലോർത്തുകൊണ്ട് അവർക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ആദ്യമായി രംഗപൂജ. അനുപമ സ്നേഹ ചൈതന്യമേ മണ്ണിൽ പ്രകാശിക്കും